നിന്നുപോയി ഇന്ദ്രിയാവലി. അവിടെ നിന്നുപോവും ഇന്ദ്രിയാവലി എന്നും നിന്നുപോയി ഇന്ദ്രിയാവലി എന്നും പാഠഭേദമുണ്ട്. അതിൽ രണ്ടും തെറ്റില്ലാത്തത് കൊണ്ട് അനുഷ്ഠുപ്പ് വൃത്തത്തിനോ അല്ലെങ്കിൽ പദം പിരിക്കുമ്പോഴോ മാറ്റം വരാത്തത് കൊണ്ട് രണ്ടിലും നമുക്ക് രണ്ട് രീതിയിൽ ചൊല്ലാവുന്നതാണ്. അടുത്തത് 4-ും 5-ാമത്തെ മന്ത്രത്തിലും കൂടി തർജ്ജമയിലും കൂടി ഉള്ളടക്കിയിരിക്കുന്നു 4-ാം മന്ത്രം. 5-ാമത്തെ ഗുരുവിൻ്റെ തർജ്ജമ: അതു നിൽക്കുന്നു പോകുന്നു ഈ തോടുമന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും. വളരെ വളരെ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട ഒരു മന്ത്രമാണ് 4-ാമത്തെ മന്ത്രം. കാരണം പ്രപഞ്ച സൃഷ്ടിയും ഈശ്വരൻ്റെ സ്വരൂപവും കൂടെ ഒരുമിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരൊറ്റ മന്ത്രത്തിൽ. അത് ഗുരു വളരെ ലളിതമായി 2 മന്ത്രങ്ങളിലായിട്ട് നമുക്ക് തർജ്ജമയും ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് പരിശോധിക്കാം. അത് അനേജത് ഏകം. അനേജതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇളക്കമില്ലാത്തതാണ്, ചലനമില്ലാത്തതാണ് എന്ന് പറയും. ഏകമാണ്, പരമസത്യം ഏകമാണ്, രണ്ടാമതൊന്നില്ലാത്ത ഏകവും അദ്വിതീയവുമായ തത്വമാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ ഏകം ഏവ അദ്വിതീയം ബ്രഹ്മ എന്നുള്ളത് നമ്മൾ ബ്രഹ്മത്തിന് കൊടുക്കാറുള്ള ഒരു വിശദീകരണം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഏകം ഏവ അദ്വിതീയം, രണ്ടാമതൊന്നില്ലാത്ത ആ ഏകത. അപ്പോൾ ആത്മതത്വത്തെയാണ് ഈ മന്ത്രത്തിലൂടെ പറഞ്ഞു തരുന്നത്. ആദ്യത്തെ 2 വരി ഇവിടെ തർജ്ജമയാണ് ഇളകാതെ ഏകമായ ഏറ്റം എന്നുള്ളത്. അവസാനത്തെ മന്ത്രത്തിൻ്റെ 3-ഉം 4-ഉം പാദങ്ങളാണ് അതു നിൽക്കുന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് ഗുരു തർജ്ജമ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 2 വരിയുടെ ഇളകാതെ ഏകമായ ഏറ്റം എന്നുള്ളതും അവസാനത്തെ 2 പാദങ്ങളുടെ അതു നിൽക്കുന്നു പോകുന്നു അതിൻ്റെ തർജ്ജമയുമാണ്. അപ്പോൾ ഇവിടെ പരമസത്യം ഏകവും അദ്വിതീയവുമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കത് നമ്മുടെ ജീവിതവുമായി കണക്ട് ചെയ്ത് പറയുമ്പോൾ ജനനം മുതൽ ഇന്ന് വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ, ജനനം മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ ശരീരം ചലിച്ചു മാറിയിട്ടുണ്ട്. എത്രയോ മാറ്റം നമ്മുടെ ശരീരത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിലെ ഞാൻ മാറിയിട്ടില്ല. അത് ഏകമാണ്, അതിന് ചലനവും വന്നില്ല. അവിടെ തന്നെ നമുക്ക് പഠിക്കാതെ. പുറത്തുള്ളത് എൻ്റെ ശരീരം ഉൾപ്പെടെ പ്രാപഞ്ചികമായ സകല വസ്തുക്കളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചലിച്ചു മാറിയിട്ടുണ്ട്. പക്ഷേ ജനനം മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതം പരിശോധിച്ചാൽ മാറുന്ന ശരീരത്തിൽ മാറ്റമില്ലാതെ ഒരു ഞാനുണ്ട്. ആ ഞാനിന് ഒരനക്കവും ഇല്ല. അതൊരടി പോലും ഒരു ചെറുതായി പോലും അത് മാറ്റം വന്നിട്ടില്ല. അത് ഏകവുമാണ്. കുഞ്ഞിലെയുള്ള ഞാനൊന്നും വലുതായുള്ള ഞാനൊന്നും വയസ്സായ ഞാനൊന്നും ഇല്ല. അതിന് അറിവിന് എന്തില്ല, അകപുറങ്ങളും ഇല്ല, പിന്നെ വൃദ്ധിക്ഷയങ്ങളും ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമായ ഒരു തത്വമാണ്. അപ്പോൾ മാറുന്ന ഞാൻ എന്നിലെ, മാറുന്ന ശരീരത്തിലെ മാറ്റമില്ലാത്ത ഞാൻ നമുക്കതിൽ ഉദാഹരണമായിട്ട് പറയാം. അവൻ ഏകനുമാണ്. അതായത് അഹമഹമെന്നറിയുന്നതൊക്കെ ഓർത്താൽ അകമേ പലതല്ല അതേകമാകും. നമ്മളിപ്പോൾ എല്ലാവരും ഇരിക്കുന്നു ഇവിടെ ഏകോദര സഹോദരന്മാരെ പോലെ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമ്മളിങ്ങനെ ഗുരുവിനെ കേൾക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രകാശിക്കുന്ന ചൈതന്യത്തിന് ഒരു സ്വഭാവമേ ഉള്ളത്, ഒന്നാണ്. ഉപാധികൾ ശരീരം മാത്രമേ ഭിന്നമായിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് അഹമഹമെന്നറിയുന്നതൊക്കെ ഓർത്താൽ, ഞാൻ 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 എന്ന് ഇവിടെ നമ്മൾ അറിയുന്ന കാര്യങ്ങളെല്ലാം ഓർത്താൽ അകമേ പലതല്ല. അതാണ് അകമേ പലതല്ല അതേകമാം. ആ പൊരുളുണ്ടല്ലോ, എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്ന പൊരുൾ ഒന്നാണ്. പുറത്തെ ശരീരം വ്യത്യാസമുണ്ട്, ഉപാധി വ്യത്യാസമുണ്ട്. മണ്ണ് ഒന്നാണ്, പക്ഷെ കലവും ചട്ടിയും പാത്രവും കുടുക്കയും ചെടിച്ചട്ടിയൊക്കെ വ്യത്യാസമുണ്ട്. ഇത്രയേ ഉള്ളൂ. അതിലൊക്കെ ഇരിക്കുന്ന മണ്ണിന് മാറ്റമില്ല,
ഏകമാണ്. രൂപത്തിനും നാമത്തിനും മാത്രം വ്യത്യാസമുള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കിക്കേ. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നോട്ട് എഴുതി പഠിക്കാതെ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഈ ഏകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കണം, കേൾക്കണം, കേട്ടതിനെ മനസ്സിലിട്ട് ഉറപ്പിക്കണം. പിന്നെയാണ് നമ്മൾ തത്വം നമ്മുടെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ആത്മപ്രകാശം നമുക്ക് കണ്ടു തുടങ്ങുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തേക്കും ഓടി നടക്കാതെ ഏതെങ്കിലും ഒന്ന് കേട്ട് അതിനെ ഒന്ന് ധ്യാനാത്മകമായി ചിന്തിച്ച് നമുക്ക് കയറിപ്പോകാൻ നോക്കണം. നമുക്ക് ശരീരത്തിനൊന്നും വലിയ അത്രക്ക് അങ്ങോട്ട് നീളമൊന്നും ഇല്ല ഇനി. അപ്പോൾ ആരാണെങ്കിലും അപ്പോൾ കിട്ടുന്ന സമയത്തിന് ഇത് ധ്യാനാത്മകമായി ഇതിനെ ഉറപ്പിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര വേഗം അത് ചെയ്യാമോ അത്രയും തെളിപ്പിച്ച് വേണം ഈ സ്വരൂപത്തിനെ ഇരുത്താൻ. കാരണം നമ്മുടെ സൂക്ഷ്മ ശരീരത്തെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതുണ്ട് നമുക്ക്. അപ്പോൾ ഇവിടെ പറയാണ് അകമേ പലതല്ലതേകമാകും എന്ന് പറഞ്ഞു. ആദ്യത്തെ ശ്ലോകം മന്ത്രം തുടക്കം തന്നെ ഇങ്ങനെയാണ്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈശൻ ജഗത്തിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സർവ്വവ്യാപിയാണ്. അത് എല്ലായിടത്തുമുണ്ട്. ഇക്കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യണത്. അതുതന്നെ ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്ന തത്വത്തെ ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ മന്ത്രത്തിലൂടെ. അതായത് ഈ മന്ത്രത്തെ നമുക്ക് 2 ഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് ഈ മന്ത്രത്തെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ, ഒന്ന് സത്യസ്വരൂപത്തെ പറയുന്ന വാക്കുകൾ, 2 പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ടവ. അപ്പോൾ 4ാമത്തെ മന്ത്രം നമുക്ക് രണ്ട് ഘടകങ്ങളായിട്ട് തിരിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്തിരി ഈസിയാവും. സത്യസ്വരൂപത്തോട് ബന്ധപ്പെട്ട വാക്കുകൾ ഏതാണെന്ന് നമുക്ക് ചോദിച്ചാൽ അറിയാം. അനേജത്, അതായത് ഇളക്കം, ചലനമില്ലാത്തത്, അത് സത്യത്തെ പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. സത്യവുമായി ബന്ധപ്പെട്ടവ എന്ന് കുറിച്ചാൽ മതി. എന്നിട്ട് അത് മന്ത്രത്തിൽ പറയുന്ന ഒരു വാക്കാണ് അനേജത്. അടുത്ത വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകം. കാരണം പ്രപഞ്ചത്തിൽ പലതാ കാണുന്നത്. അപ്പോൾ ഏകം എന്ന വാക്ക് സത്യത്തെ പറയാനാണ്, ഏകം. അടുത്ത തിഷ്ഠത്, ഉറച്ചത്, ഒരിടത്ത് ഉറച്ചിരിക്കുന്നു. അടുത്തത് മാതരിശ്വ, പ്രാണരൂപിയായ വായു, അത് ബ്രഹ്മസത്യം, ശക്തിസ്പന്ദനം, അത് ബ്രഹ്മത്തിൻ്റെ ശക്തിസ്പന്ദനം തന്നെയാണ്. ഇതെല്ലാം ബ്രഹ്മത്തെ പറയാനാണ് ഉപയോഗിക്കുന്നത് ആ വാക്കുകൾ മന്ത്രത്തിൽ. ഇനി പ്രപഞ്ചത്തോട് ബന്ധപ്പെട്ട് പറയുമ്പോൾ, അടുത്ത വരിയിലൂടെ പറയുമ്പോൾ മനസ്സോജീവീയ, അല്ലെ, മനസ്സിനേക്കാൾ വേഗതയുള്ളത് എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പദമാണ് മന്ത്രത്തിൽ. മനസ്സിനേക്കാൾ വേഗതയുള്ളത്. അടുത്തത് ഇന്ദ്രിയങ്ങളുടെ മുൻപിൽ ഗമിക്കുന്നത്. ഇന്ദ്രിയങ്ങളെക്കാൾ, അതായത് ഓട്ടമത്സരം നടത്തുന്നൊന്നും എടുക്കരുത്. ഇവിടെ മനസ്സും പിന്നെ ബ്രഹ്മവും കൂടി ഒരു ഓട്ടമത്സരം നടത്തുന്നു എന്നല്ല എടുക്കേണ്ടത്. ബ്രഹ്മം സർവ്വവ്യാപിയാണ്. മനസ്സ് എവിടെ എത്തുന്നോ അവിടെയൊക്കെ ആ ബ്രഹ്മശക്തി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ആർക്കാണ് സ്പീഡെന്നല്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ മുൻപേ ഗമിക്കുന്നതാണ് ബോധം. മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. പിന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും കടന്നു നിൽക്കുന്നു. ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരമല്ല, അനുനിമിഷം ചലിച്ചു പരിണമിച്ചു മാറുന്നതിനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. നമ്മുടെ ശരീരം ഇപ്പം ഇരിക്കുന്ന ഈ നിമിഷം തന്നെ അത് ചലിച്ചു പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം ഇതിലിരിപ്പത് എപ്രകാരം എന്ന കുറിച്ച് ചോദിച്ചാൽ അത്രയും ചലനാത്മകമാണ് നമ്മുടെ ശരീരവും ഈ പ്രപഞ്ചവും. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാത്തിനെയും കടന്നു നിൽക്കുന്നത് എന്നുള്ളത് പ്രപഞ്ചവാചിയായ ശബ്ദമാണ്. പിന്നെ കർമ്മങ്ങളെ നിലനിർത്താൻ പ്രാണനെ സഹായിക്കുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ പ്രാണൻ ആത്മവാചിയായ പദമാണെങ്കിലും കർമ്മങ്ങൾ അവിടെ പിന്നെ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട പദമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനേജത് ഏകം എന്നാണ്. ഇളക്കമില്ലാത്തതും ഏകവുമാണ് ആ സത്യം നമ്മൾ പറഞ്ഞു. ആ സത്യത്തെ മനസ്സിലാക്കാൻ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ
നമ്മളുടെ ശരീരം ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളും ചലിച്ചു പരിണമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരവും അതിൽ ചലിക്കാതെ ഇളകാതെ മാറ്റമില്ലാതെ ഏകനായിരിക്കുന്ന ഞാനുണ്ട്. അതിനെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്തത് പറയുകയാണ് ഏകം, അനേജിത് ഏകം. ഏകം അതായത് സമസ്ത ലോകങ്ങളിലും സകലതിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ എണ്ണത്തിൽ ഏകമാണ്. നമ്മൾ പറഞ്ഞില്ലേ, അഹമഹമെന്നറിയുന്നതൊക്കെ ഓർത്താൽ അകമേ പലതല്ല അതേകമാ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏകം സത്ത് വിപ്രാഹ ബഹുധാ വദന്തി എന്ന് പറയും. ഏകം സത്ത്, ഒരൊറ്റ സത്തിനെ തന്നെ, ആത്മാവിനെ തന്നെ, വിപ്രാഹ അറിവുള്ളവര്, ബഹുധാ വദന്തി പല തത്വശാസ്ത്രങ്ങളും കൊണ്ടും പറയുന്നത് ഈ ഒരേ ഒരു സത്യത്തെ തന്നെ പല രീതിയിൽ പറയുന്ന സത്യം ഒന്ന് തന്നെ. അപ്പോൾ ഇവിടെ ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ കുറിച്ചിട്ടാൽ മതി, അർത്ഥം മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് സമസ്ത ലോകങ്ങളിലും സകലതിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ എണ്ണത്തിൽ ഒന്നാണ്. നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഭൂമിയിൽ എത്ര ചരാചരങ്ങളുണ്ട്. എണ്ണിയാൽ ഒടുങ്ങാത്ത പേരായിരം പ്രതിഭയായിരം ഇങ്ങിവറ്റിൽ ആരാലിലും വിഷയമായിരമാം പ്രപഞ്ചം അല്ലേ. ആയിരക്കണക്കിന് പേരും ആ പേരുൾക്കൊള്ളുന്ന ആശയവും അതിൽ നിന്നുണ്ടായി വരുന്ന വിഷയജാലങ്ങളുമൊക്കെ ആയിട്ട് അനന്തമായ ഈ പ്രപഞ്ചം, അവിടെ എത്ര അത്ഭുതമാണെന്ന് നോക്കൂ. അതിലെല്ലാം നിറഞ്ഞിരിക്കുന്ന പൊരുൾ എണ്ണത്തിൽ ഒന്നാണ്. ഈ സത്യത്തെ അറിഞ്ഞ് അനുഭവിച്ചവരാണ് നമ്മളുടെ ഋഷീശ്വരന്മാർ. നമ്മൾ വാക്കുകൊണ്ട് പറയാൻ അറിയില്ലാത്ത, അനുഭവിക്കാത്ത ഒരു കാര്യത്തെ അജ്ഞാനികളായിരുന്നു കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവരിത് അനുഭവിച്ചവരാണ്. അപ്പോൾ ശാരീരികമായി നമ്മൾ നോക്കിയാൽ നമ്മൾ പറഞ്ഞു, പ്രപഞ്ചത്തിലെ സമസ്ത ചരാചരങ്ങളിലും ചേതനയായിരിക്കുന്ന സത്യമൊന്നാണ്. ഇനി ശാരീരികമായി നോക്കുമ്പോൾ ഓരോ ജീവിയിലും ചേതനയായി കാണപ്പെടുന്നത് വേറെ വേറെയുള്ള ചിശക്തിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ അത് തോന്നിയാലും എല്ലാവരിലും നന്നായി വിചാരം ചെയ്തറിഞ്ഞാൽ നമുക്കറിയാം എല്ലാവരിലും ഇരിക്കുന്നത് ഏകമായ സത്യമാണെന്ന്. ഇപ്പോൾ പലരെ കാണുമ്പോൾ നമുക്ക് തോന്നും പലരിൽ ഇരിക്കുന്നത് പലതാണെന്ന്. പക്ഷേ നന്നായി വിചാരം ചെയ്യുമ്പോൾ ഒരേ ഒരു പൊരുൾ തന്നെയാണ് എല്ലാവരിലും ഇരുന്ന് പ്രകാശിക്കുന്നത് എന്ന് മനസ്സിലാക്കും. അത് നമ്മൾ നന്നായി വിചാരം ചെയ്യണം എന്ന് പറയുന്നു. മുറിവില്ലാത്ത ഒരേ ഒരു അറിവാണ് എല്ലാവരിലും ഇരിക്കുന്നത് എന്ന് അറിയണം. അപ്പോൾ ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ പറയണേന്ന് വെച്ചാൽ, എന്തിനാണ് ഈ ഏകമായതിനെ പറയണേന്ന് വെച്ചാൽ, ഇന്ന് ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളും കലഹങ്ങളും എൻ്റേതുകളും മതങ്ങളും മത്സരങ്ങളും എല്ലാം നമുക്ക് കാണുമ്പോൾ മാറി നിന്ന് ഇതിനെ ഒന്ന് നോക്കിയാൽ ഒന്നും വേണ്ട, ഇത്തിരി നേരം നമ്മൾ ഈ സത്യമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത്തിരി നേരം മറ്റുള്ളവരുടെ സംസാരം ഒന്ന് കേട്ടാൽ മതി. എന്തിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നതെന്നൊന്ന് വെറുതെ കേട്ടാൽ മതി. തികച്ചും നശ്വരമായ ഈ ഭൂമിയിൽ എറിഞ്ഞു കളഞ്ഞ് ഉപേക്ഷിച്ചു പോകേണ്ട വസ്തുക്കളെക്കുറിച്ചാണ് എത്ര ഗൗരവമായ സംസാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിലമതിയാത്ത വിളക്കിനെ നമ്മളെ ഉണരാനും ഉറങ്ങാനും ചിന്ത ചെയ്യാനും ഒക്കെ സാധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ വിലമതിയാത്ത വിളക്കിനെ കുറിച്ച് പറയാൻ ആരുമില്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഗുരുവിനെ ആരാധന ചെയ്യുവാനും ഗുരുവിനെ ഭക്തിയോടെ പ്രാർത്ഥിക്കാനും ഒക്കെ നിരവധി ആളുകളുണ്ട്. പക്ഷെ ഇത്തരത്തിൽ സത്യം അറിഞ്ഞിട്ട് ആ മാർഗത്തിലേക്ക് വരുന്നവർ വളരെ കുറവാണ്. ഒരു നടരാജ ഗുരുവോ അങ്ങനെ കുറച്ച് പേരെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ലോകത്ത് ഈ മത്സരങ്ങളും മതങ്ങളും ഒക്കെ മുറുകുന്നത് ഇത്തരത്തിലുള്ള ആത്മീയമായ വെളിവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നത് നമുക്ക് മനസ്സിലായില്ലെങ്കിലും തത്വമൊന്നും പിടികിട്ടിയില്ലെങ്കിലും ഇത് നിങ്ങൾ കേട്ടോളൂ. ആ കേൾക്കുന്ന സംസ്കാരം വിത്തായി കിടന്നിട്ട് തീർച്ചയായും ഒരു സംശയവുമില്ല ഇതിൻ്റെ ബാക്കി നമ്മൾ കേൾക്കും.
ജഗദീശ്വരൻ നമ്മളെ ഇരുത്തി ഇത് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നമ്മൾ വരും, ഒരു സംശയമില്ല. അതുകൊണ്ട് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഭഗവാനെ വിചാരിച്ചിരുന്ന് ശ്രവിക്കുക. അപ്പോൾ അനേജത് ഏകം, ഇളക്കമില്ലാത്തതായ ആ സത്യം ഏകമാണ്. ആ സത്യമാണ് എല്ലാവരിലും ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്നത്. പലതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ഗുരു പറയുകയാണ്. ഗുരുവിൻ്റെ കൃതികളെല്ലാം ഏതെടുത്താലും നമുക്കിന്ന് ഉദാഹരണം പറയാൻ പറ്റാത്ത അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരാത്മരൂപം. നോക്കൂ, ഏത് മന്ത്രം, ആത്മോപദേശതകത്തിലെ ഏത് മന്ത്രം എടുത്താലും ഗുരുവിൻ്റെ മറ്റ് കൃതികളിലെ ഏത് മന്ത്രം എടുത്താലും നമുക്ക് ഈ ഏകത്തിനോട് ചേർത്ത് വെക്കാൻ പറ്റും. കാരണം ഗുരു അതേ പറഞ്ഞിട്ടുള്ളൂ. ആ ഏകമായ സത്യത്തെയാണ് 64ഓളം കൃതികളിൽ ഗുരു പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് നമ്മൾ അറിയണത്. അപ്പോൾ ആകാശം പോലെ സർവഗതവും നിശ്ചലവും നിത്യവുമാണ് പരമസത്യം. ആകാശം പോലെ എങ്ങും നിറഞ്ഞിരിക്കുന്നതും നിശ്ചലവും ഏകവും നിത്യവുമാണ് പരമസത്യം എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ആത്മചൈതന്യമില്ല അല്ലാതെ ലോകത്തിലൊന്നുമില്ല. അപ്പോൾ അനേജത് ഏകം. അടുത്ത് പറയാണ് മനസ്സോ ജവീയോ. നമ്മൾ നേരത്തെ പറഞ്ഞു മനസ്സഹ ജവീയ എന്നും പറയാമത്. ഇവിടെ മനസ്സോ ജവീയോ എന്നും പറയാം. പിരിച്ചു പറയുമ്പോൾ മനസ്സഹ ജവീയ എന്ന് പറയാതെ. അതിൻ്റെ വ്യാകരണ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ മനസ്സിനേക്കാൾ വേഗതയാർന്നത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ വെലോസിറ്റി ഓഫ് മൈൻഡിലെ മനസ്സിൻ്റെ വേഗത, അതിനെ ജയിക്കാൻ മറ്റൊന്നിന് സാധ്യമല്ല എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഭൗതിക ശാസ്ത്രജ്ഞന്മാർ പറയും പ്രകാശരശ്മികൾക്കാണ് ഏറ്റവും കൂടുതൽ വേഗത അല്ലേ. ഒരു സെക്കൻഡിൽ 2.5 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്നു പ്രകാശരശ്മികളെന്ന് ശാസ്ത്രലോകം പറയുന്നതാണ്. ഒരു സെക്കൻഡിൽ 2.5 ലക്ഷം കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്നു, ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നു പ്രകാശരശ്മികൾ എന്ന് ശാസ്ത്രലോകം പറയുന്നു. പക്ഷെ അതിനേക്കാൾ വേഗതയാർന്നതാണ് മനസ്സ്. അതിനേക്കാൾ വേഗതയാർന്നതാണ് മനസ്സ്. മനസ്സിനേക്കാൾ വേഗതയാർന്നതാണ് ബോധം, സത്യം, പരമസത്യം. ഒരു വസ്തുവിലേക്കും നമ്മുടെ മനസ്സെത്തുമ്പോൾ ആ വസ്തുവായി നിറഞ്ഞിരിക്കുന്നത് ബോധമാണ്. ബോധം അവിടെ ഉണ്ട്. ഒരു വസ്തു ഇല്ല, വെറുതെ ഒന്ന് ചിന്തിച്ചു, ഒരു വസ്തു ഇല്ല എന്ന് പറയുമോ? ഇല്ല എന്ന് പറയാൻ ആ വസ്തുവിനെ കുറിച്ചുള്ള ബോധത്തിൽ ആ വസ്തു ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ ഇല്ല എന്ന് പറഞ്ഞത്. അറിയാത്തതിനെ എങ്ങനെ ഇല്ല എന്ന് പറയാം? അപ്പോൾ ഏതിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോഴും അവിടെ ബോധം ആദ്യം എത്തിയിട്ടുണ്ടാവും. കാരണം ബോധത്തിൽ നിന്നാണ് മനസ്സുണ്ടായത്. അപ്പോൾ മനസ്സിനെ കൊണ്ട് ബോധത്തെ നമുക്കറിയാൻ പറ്റില്ല. മനസ്സ് അടങ്ങണം ബോധം എന്താണെന്നറിയാൻ. സങ്കല്പവും വികല്പവും ഇല്ലാതെ മനസ്സ് അടങ്ങിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ഈ ബോധത്തെ അറിയാൻ പറ്റുള്ളൂ. മനസ്സുകൊണ്ട് ഇതിനെ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേഗത ഏതാണെന്ന് നമ്മുടെ കുട്ടികളും നമ്മളും ഒക്കെ പഠിച്ചിരിക്കുന്നത് പ്രകാശരശ്മികൾക്കാണെന്നാണ്. പക്ഷെ അതിലും വേഗത നമ്മുടെ മനസ്സിനാണ്. ഒറ്റ സെക്കൻഡ്, ഇപ്പോൾ അമേരിക്കയിൽ പോകണമെന്ന് പറഞ്ഞാൽ പോയിട്ട് വരാം അല്ലേ. 10 പൈസ വണ്ടിക്കാശ് ഫ്ലൈറ്റ് ചാർജ് ഇല്ല, പിന്നെന്താ ശരീരത്തിന് ആയാസം ഇല്ല, സമയം എടുക്കണ്ട, വസ്ത്രം മാറണ്ട, പെട്ടെന്ന് വരാം അല്ലേ. അപ്പോൾ മനസ്സിന് വേഗത. പക്ഷെ മനസ്സ് അവിടെ എത്തുന്നതിന് മുമ്പ് അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ ബോധം അവിടെ എത്തിയിട്ടുണ്ട്. അത് പറയുന്ന സെക്കൻഡിനുള്ളിൽ തന്നെ അപ്പോൾ തന്നെ ബോധം ഉള്ളതുകൊണ്ടാണ് നമുക്ക് അമേരിക്ക എന്ന് പറയാൻ തന്നെ സാധിച്ചത്. ആലോചിച്ചു. അതുകൊണ്ടാണ് മനസ്സിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. ഓടിയെന്നല്ല, എല്ലാതുമായിരിക്കുന്നത് ബ്രഹ്മമായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയല്ലേ മനോജവം മാരുത തുല്യ വേഗം. ആരെ പറയണ അങ്ങനെ? ആരെ പറയണത്? മനോജവം മാരുത തുല്യ വേഗം. ഹനുമാനെ പറയാറുണ്ടല്ലേ. മനസ്സിനെ പോലെ വേഗതയുള്ളതും മാരുതനെ പോലെ വേഗതയുള്ള തുല്യഗാമിയൊക്കെയാണെന്നും പിന്നെ ഹനുമാനെ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ ഇവിടെ മനസ്സിനേക്കാൾ വേഗതയാണ് ബോധത്തിന് എന്ന് നാം അറിയണം. മനസ്സോ ജവീയോ. അടുത്തത് ഇവിടെ നമ്മളിപ്പോൾ ആദ്യം അതിനകത്തൊരു പോയിന്റ് മനസ്സോ ജവീയ എന്ന് കുറിച്ചിട്ട്
ഏറ്റവും കൂടുതൽ വേഗത ഭൗതിക ലോകത്ത് പറയുമ്പോൾ പ്രകാശരശ്മികൾക്കാണെന്ന് പറയും. പക്ഷേ ആത്മീയതയിൽ നമ്മൾ വിചാരം ചെയ്തറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പ്രകാശരശ്മികളേക്കാൾ വേഗതയാണ് മനസ്സിനെന്നും മനസ്സിനേക്കാൾ വേഗതയാണ് ബോധത്തിനെന്നും തത്വവിചാരത്തിൽ മനസ്സിലാകാൻ സാധിക്കും. കാരണം മനസ്സ് എവിടെ ചെല്ലുമ്പോഴും ആത്മതത്വം അവിടെ വ്യാപിച്ചിരിക്കുന്നതിനാൽ എന്തു പറ്റും? അവിടെ മനസ്സിനേക്കാൾ മുമ്പ് ആത്മതത്വം എത്തി എന്ന് പറയാം. അവിടെ മനസ്സ് ചെല്ലുന്നിടത്ത് ആത്മതത്വം ഉണ്ട്. കാരണം ആ ചെല്ലുന്ന വസ്തുവായിരിക്കുന്നത് ബോധമാണേ. ഓടിയെന്നല്ല അതിൻ്റെ അർത്ഥം, രണ്ടുപേരും കൂടി ഓടിയെന്നല്ല അതിൻ്റെ അർത്ഥം. അവിടെ ആ വസ്തുവായിരിക്കുന്നത് ബോധമാണ്. അതുകൊണ്ടാണ് മനസ്സെത്തുന്നതിന് മുമ്പ് ബോധം അവിടെ ഉണ്ടെന്ന് പറയണത്. അതുകൊണ്ടാണ് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ആത്മാസത്തയിൽ രൂപം കൊള്ളുന്ന ഇന്ദ്രിയ മനസ്സുകൾക്ക് ആ സത്തയുടെ ഉള്ളിൽ നിന്ന് മാത്രമേ ചലിക്കാൻ പറ്റൂ. മനസ്സിലാക്കണം. വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആത്മസത്തയിലേക്ക് രൂപം കൊള്ളുന്ന ഇന്ദ്രിയ മനസ്സുകൾ ആ സത്തയ്ക്കുള്ളിൽ നിന്നേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ തിരയേണ്ടത് എന്താണ്? അത് എവിടെയൊക്കെ സങ്കല്പം കൊണ്ട് മനസ്സ് ഓടി നടന്നാലും ബോധം അവിടെ ഉണ്ടാവും എന്ന് നമ്മൾ ആദ്യം അറിയണം. അപ്പം നമ്മൾ തിരയേണ്ടത് മനസ്സിൻ്റെ കാരണമാണ് തിരയേണ്ടത്. നമ്മൾ വിശദമായി പഠിച്ചതാണ്. മനസ്സിൻ്റെ കാരണം തിരയുമ്പോൾ മനസ്സ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്നാണ് നമ്മൾ പഠിച്ചേക്കണേ. മനസ്സിൻ്റെ ഘടകങ്ങൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശദമായി. പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ അല്ലേ? പഞ്ചഭൂത തന്മാത്രകൾ ഏതൊക്കെയായിട്ടാണ് വരുന്നത്? എന്തൊക്കെ കൊണ്ട്? എന്താണ് മനസ്സിന്റെ ഇൻഗ്രീഡിയൻസ്? നമ്മൾ ശബ്ദ സ്പർശ രൂപ രസ ഗന്ധം പഞ്ചതന്മാത്രകളെ കൊണ്ട് നിർമ്മിച്ചതാണ് മനസ്സ് അല്ലേ? അപ്പോൾ ഈ പഞ്ചതന്മാത്രകൾ ഉണ്ടായത് എവിടെന്നാ? നമ്മൾ പറഞ്ഞില്ലേ, തസ്മിന്നപ്പോ മാതരിശ്വാ ദദാതി എന്ന് പറഞ്ഞില്ലേ? ആ മാതരിശ്വൻ തന്നെയാണ്, അതിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായത്. ആ പഞ്ചഭൂതങ്ങൾ അതെ ബ്രഹ്മശക്തി തന്നെ. അവരുടെ ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കണേ. അപ്പോൾ കാരണം ഇത് കുറച്ച് തത്വമാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഏകാഗ്രതയോടെ നിങ്ങളിത് ഇരിക്കണം. അപ്പോൾ മനസ്സിൻ്റെ കാരണം തിരയുമ്പോൾ മനസ്സ് നിർമ്മിച്ചിരിക്കുന്നത് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളുടെ സമ്മിശ്ര രൂപമാണ് മനസ്സ് എന്ന് പഠിച്ചു. പിന്നെ മനസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. മനസ്സിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെയൊക്കെ എടുത്തിട്ട് സങ്കല്പിക്കുക, വികല്പിക്കുക. അതിന് തീരുമാനം എടുക്കുന്നത് ബുദ്ധിയുമാണ്. ഒരാളുടെ ആരോ ഓഡിയോ ദേവം എന്ന് പറഞ്ഞ ആരാണ്? ഒന്നും ഓഡിയോ മ്യൂട്ടാക്കണേ. അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിനിടയിൽ അത് അൺമ്യൂട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു കണക്ഷൻ പോകൂട്ട എടുക്കുന്നതിൻ്റെ. അപ്പോൾ പഞ്ചഭൂതാത്മകമാണ് മനസ്സെന്ന് പറഞ്ഞു. മനസ്സ് ശബ്ദ സ്പർശ രൂപരസ ഗന്ധങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് മനസ്സ്. അതാണ് മനസ്സ്. ഇനി പഞ്ചഭൂതങ്ങളെ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രപഞ്ചത്തിൻ്റെ തത്വമാണ് പഠിക്കാൻ പോണേ. ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ് പഠിക്കാൻ പോണേ. പ്രപഞ്ച തത്വമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ രൂപപ്പെടുത്തുന്നത് എന്താണ്? പഞ്ചഭൂതങ്ങളെ രൂപപ്പെടുത്തുന്നത്? അതാണ് പ്രാണരൂപിയായ വായു. നമ്മൾ പറഞ്ഞില്ലേ, തസ്മിന്നപോ മാതരിശ്വാ ദദാതി എന്ന് പറഞ്ഞില്ലേ? അതായത് ശക്തി സ്പന്ദനം എന്ന് പറയും അതിന്. എനർജി അല്ലേ? എനർജി, ശക്തി സ്പന്ദനങ്ങളാണ് പഞ്ചഭൂതങ്ങൾക്ക്, പഞ്ചഭൂത തന്മാത്രകൾക്ക് കാരണം. ബ്രഹ്മശക്തി ചലിച്ച് സ്പന്ദിച്ചാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് അതിനകത്ത് ദൈവഗണത്തെ, ആ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിനെ പരിശോധിച്ച് നിരവധി ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ട് കണ്ടെത്തിയത്
ആ കണത്തിനെ മാത്രമേ കണ്ടെത്തിയുള്ളൂ. അതും ഭൗതികം തന്നെയാണ്, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ആത്മീയ തലത്തിലേക്ക് നന്നായിട്ട് പ്രവേശിക്കണം. അവിടെ ശാസ്ത്രലോകം സൈലൻ്റ് ആകുകയാണ്. അപ്പോൾ പഞ്ചഭൂത തന്മാത്രകളെ രൂപപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ശക്തി സ്പന്ദനങ്ങളാണ് പഞ്ചഭൂത തന്മാത്രകൾക്ക് കാരണം. അതായത് ബ്രഹ്മശക്തിയുടെ ചലനം. ആ ബ്രഹ്മശക്തിയുടെ ചലനത്തിനെയാണ് നമ്മൾ പറഞ്ഞത് തസ്മിൻ അപ്പോൾ മാതരിശ്വ എന്ന് പറഞ്ഞത്. അത് നമുക്ക് ആ ഭാഗം എടുക്കുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മനസ്സുണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂത തന്മാത്രകളുടെ ഒരു സമ്മിശ്രമാണ് മനസ്സ്. പഞ്ചഭൂതങ്ങൾ ബ്രഹ്മശക്തി സ്പന്ദിച്ചുണ്ടായതാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രാണനം മുതൽ നമ്മുടെ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായി വന്നത് ശക്തി സ്പന്ദനത്തിലൂടെയാണ്. ശക്തി ചലിച്ചാൽ രൂപം ഉണ്ടാവുക. ബ്രഹ്മശക്തി സ്പന്ദിച്ചപ്പോൾ ചലനം എല്ലാം രൂപമായിട്ട് മാറും. ചലനത്തിൽ നിന്ന് ആദ്യം ശബ്ദം ഉണ്ടാവും, ശബ്ദം രൂപമാവും. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലും ഈ ജീവനുകളും പ്രപഞ്ചമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മശക്തി ചലിച്ച് സ്പന്ദിച്ചാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവ ഉണ്ടാകുന്നതിന് മുൻപും സമ്പൂർണമായി മറഞ്ഞാലും, അതായത് ശക്തി ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപും ഇനി ഉണ്ടായി മറഞ്ഞാലും ആ ബ്രഹ്മത്തിൻ്റെ അദ്വയമായ ഏകമായ സ്ഥിതിക്ക് മാറ്റം വരുന്നില്ല എന്നറിയണം. നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു മനസ്സോ ജവീയ ആണ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. മനസ്സിനേക്കാൾ വേഗത, ഒരു പോയിന്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുക. അതായത് മനസ്സിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് മനസ്സിനാണെന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ മനസ്സിനേക്കാൾ വേഗത ബോധത്തിനാണ്. എന്നുവെച്ചാൽ മനസ്സെത്തുന്നതിന് മുമ്പ് ബോധം അവിടെ ഉണ്ട്. ബോധമല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. പഞ്ചഭൂത തന്മാത്രാത്മകമാണ് നമ്മുടെ മനസ്സ്. ആ പഞ്ചഭൂത തന്മാത്രകൾ ഉണ്ടായിരിക്കുന്നത് ബ്രഹ്മശക്തി ചലിച്ച് സ്പന്ദിച്ചാണ്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതൊന്നും ഓർത്ത് പേടിക്കണ്ട. അതായത് ഒരു വസ്തുവിൽ നമ്മുടെ മനസ്സെത്തുവാണ്. മനസ്സെത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സെത്തുമ്പോൾ അവിടെ ആ മനസ്സെത്തുമ്പോൾ ആ എത്തുന്ന വസ്തുവിൽ ബ്രഹ്മശക്തി നിറഞ്ഞിരിക്കുന്നു. ബ്രഹ്മശക്തിയുടെ ആ പരമ്പൊരുൾ, ആ ബോധം മാത്രമായിരിക്കുന്നു ആ വസ്തുവിൽ നിന്ന്. അപ്പോൾ ഈശൻ അവിടെ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മനസ്സിനേക്കാൾ വേഗതയാണ് ബോധത്തിനെന്ന് പറഞ്ഞത്. ഒന്ന് വെറുതെ ചിന്തിച്ചേ. നമ്മൾ അത് നിൽക്കുന്നു പോകുന്നു അല്ലേ? അനേജദേഹം മനസ്സോ ജവീയ, മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ്. ഒരു പോയിന്റെങ്കിലും നിങ്ങൾ അർത്ഥസഹിതം പഠിക്കുക. അതായത് ഈ പ്രപഞ്ചത്തിൽ സകല ചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് സത്യവസ്തു മാത്രമാണ്. അപ്പോൾ മനസ്സെത്തുന്നതിന് മുമ്പ് അവിടെ ബോധം എത്തും എന്ന് പറഞ്ഞാൽ കാരണം ബോധമല്ലാതെ മറ്റൊന്നുമില്ല. എല്ലാ വസ്തുക്കളിലും ബ്രഹ്മശക്തി നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് ഒരു പദാർത്ഥത്തെ ചിന്തിക്കുമ്പോൾ തന്നെ അതിന് മുമ്പ് തന്നെ ബോധം അവിടെ ഉണ്ടെന്നർത്ഥം. എല്ലാത്തിലും ബോധം നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് മാത്രം എടുത്താൽ മതി. ബ്രഹ്മത്തിൻ്റെ സർവവ്യാപിത്വത്തെയും ഏകതയെയും പറയാനാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും യവന ദർശനികനായ അരിസ്റ്റോട്ടിൽ, വെറും അരിസ്റ്റോട്ടിലിനെ കുറിച്ച് വെക്കുക, ഉപനിഷത്തിൻ്റെ ആശയത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ ഇത് ഇത്തിരി ദർശനം കിട്ടിയാൽ അതിലേക്ക് ആഴത്തി പോണത് വിദേശീയരാണ്. അപ്പോൾ യവന ദാർശനികനായ അരിസ്റ്റോട്ടില് ഉപനിഷത്ത് ദർശനത്തെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈശ്വരനെ പറഞ്ഞ എന്താണെന്നറിയോ? ഗമിക്കാത്ത ഗാമി എന്നാണ് പറഞ്ഞത്. വെറുതെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അരിസ്റ്റോട്ടിൽ യവന ദാർശനികൻ എന്താ ബ്രഹ്മത്തെ പറഞ്ഞത്? ഗമിക്കാത്ത ഗാമി, അതായത് അൺമൂവിങ് മൂവർ. ഇപ്പോൾ ഉപനിഷത്ത് ദർശനത്തോട് ചേർന്ന് വരികയാണത്. അൺമൂവിങ് മൂവർ എന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? യവന ദാർശനികനായ അരിസ്റ്റോട്ടിൽ പരമസത്യത്തെ പറഞ്ഞതാണ് അൺമൂവിങ് മൂവർ. അദ്ദേഹം യുഗം എന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. യുഗം. അതിൽ അദ്ദേഹം പറയുന്നത് ദൈവം ഗതിയുടെ കാരണമാണെന്ന്. ഗതി എന്ന് പറഞ്ഞാൽ ചലനം. അതായത് ഈ പ്രപഞ്ചം ഉണ്ടായത് തന്നെ ചലിച്ചിട്ടാണ് ഉണ്ടായത്. ചലിച്ച് ശബ്ദം രൂപമായതാണ് പ്രപഞ്ചം. അതെപ്പോഴും ബേസാണ് നമ്മുടെ
ഗുരുവിൻ്റെ കൃതികൾ മുഴുവൻ ഈ നാദം 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 എന്ന് പറയണം. അതുകൊണ്ടാണ് നാദമാണ് രൂപമായി വന്നിരിക്കുന്നത്. അപ്പോൾ യുഗം എന്ന ഗ്രന്ഥത്തിൽ അരിസ്റ്റോട്ടിൽ പറയുന്നതുണ്ട്, ദൈവം ഗതിയുടെ കാരണമാണ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തെ ഗാമിയാണ് ദൈവം. ഗാമി എന്ന് പറഞ്ഞാൽ ഗമിക്കുന്നവൻ. ഗതിയുടെ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം, ഈ ചലനത്തിന് കാരണമാണ് ദൈവം. ആദ്യമായി ചലിച്ചതും ദൈവമാണ്. പക്ഷെ ഇവിടെ നോക്ക്, പക്ഷെ ഒരിക്കലും ഗമിച്ചിട്ടുമില്ല. ഉണ്ടോ? വെസ്റ്റേണേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളിലേക്ക് തന്നെ വരുന്നില്ലേ? നമ്മൾക്കാണ് ഇത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ട്. യുഗം എന്ന ഗ്രന്ഥത്തിൽ അരിസ്റ്റോട്ടിൽ പറയുന്നത് ദൈവം ഗതിയുടെ കാരണമാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ആദ്യത്തെ ഗാമിയാണെന്ന് പറഞ്ഞു. ആദ്യമായി ഗാമി എന്ന് പറഞ്ഞാൽ ആദ്യമായി ഗമിച്ചവനാണ്, പക്ഷേ ഒരിക്കലും ഗമിച്ചിട്ടുമില്ല. ബ്രഹ്മശക്തിക്ക് ഒരു ചലനവും വരാതെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. മഹാത്ഭുതമാണ്. ഒരു ചലനവും വരാതെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ശക്തിയെ എങ്ങനെ പറയണം? അതുകൊണ്ടാണ് ഋഷിമാർ വാക്കുപയോഗിച്ച് പറയുന്നത് ഇതിൽ. അപ്പോൾ അതായത് സ്വയം പ്രകാശമാനമായിരിക്കുന്ന ആത്മാവിൽ നിന്നും ഭിന്നമായി ഒരു വസ്തുവും ഒരു പ്രകാശവും ഇവിടെ ഉണ്ടാകുന്നില്ല. അത്രയേ ഉള്ളൂ. സ്വയം പ്രകാശമാനമായിരിക്കുന്ന ആത്മാവിൽ നിന്നും ഭിന്നമായി ഒരു വസ്തുവും ഒരു പ്രകാശവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മസംസ്ഥം മനഃകൃത്വ ന കിഞ്ചിദപി ചിന്തയേത്. മനസ്സിനെ ഉള്ളിൽ ഒരിടത്ത് ഉറപ്പിച്ചിട്ട് ചിന്താരഹിതമായിരിക്കണം. നമ്മുടെ മനസ്സിനെ വാസനകളിൽ നിന്ന് അകറ്റാൻ പറ്റിയ ഒരു മാർഗം അതാണ്. മനസ്സിനെ ഏകാഗ്രമാക്കി ഒരിടത്ത് ഉറപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? മനസ്സ് ചിന്താ കല്ലോലം വരാതിരിക്കുക. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എന്തോരം പണിയെടുക്കണമെന്നറിയോ? നമ്മൾ വിചാരിക്കും വെറുതെ ഇരിക്കണം, പക്ഷെ നമ്മുടെ മനസ്സ് വല്ലാതെ കലുഷിതമാവും. സേഫ് ഇപ്പോൾ ഇരിക്കുമ്പോൾ ഇന്ന് ഈ നിമിഷം നമ്മൾക്ക് സുഖമാണെങ്കിൽ നമ്മൾ അടുത്ത നിമിഷം എനിക്ക് ദുഃഖം വരുമോ എന്ന് ആലോചിച്ച് ദുഃഖിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയ കാര്യം ഓർത്ത് മനസ്സിലിട്ട് വേദനിച്ചുകൊണ്ടിരിക്കും. അല്ലേ? അതായത് പറയും ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണെന്നറിയോ? തൃപ്തിയുള്ളവൻ. ഞാനിത് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. ആരാണ്? സുഖാനാം ഉത്തമം. അല്ലേ? തുഷ്ടി എന്ന് പറയും സംസ്കൃതത്തിൽ. ഏറ്റവും വലിയ സുഖം ഏതാണെന്ന് ചോദിച്ചാൽ വലിയ ബംഗ്ലാവിലിരിക്കുന്നതോ ഫുൾ സുഖലോലുപതയിലിരിക്കുന്നതോ ആഡംബരങ്ങളിരിക്കുന്നതോ ഒന്നുമല്ല. തൃപ്തിയുള്ള മനസ്സ്. ഐ ആം സാറ്റിസ്ഫൈഡ്. ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഐ ആം ഹാപ്പി എന്ന് എത്രയൊക്കെ ഇല്ലായ്മയുടെ നടുവിൽ ഇരിക്കുമ്പോഴും എത്രയും വലിയ ദുഃഖത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോഴും ഒക്കെ ഞാൻ ഹാപ്പിയാണ് എന്ന് പറയുന്ന ആളാണ് തുഷ്ടൻ. അവൻ ഏതൊക്കെ ലോകത്ത് പോയാലും എവിടെയൊക്കെ അവൻ ജീവിച്ചാലും ഏതൊക്കെ പ്രതിസന്ധി വന്നാലും അവൻ തളരില്ല. അവനങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അല്ലേ? അപ്പോൾ അതൊക്കെയാണ് അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു ശാന്തത പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിനെ ഉള്ളിൽ ഒരിടത്ത് ഉറപ്പിച്ചിട്ട് ചിന്താരഹിതമാക്കുക കേട്ടോ. ഇപ്പം നമുക്ക് ദുഃഖങ്ങൾ, നിറയെ ജീവിത ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് ഇന്നൊരു 98% മനുഷ്യർ. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവരാണ്. കാരണം നമ്മളുടേതായ ദുഃഖങ്ങളായിരിക്കില്ല അത്. നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെയോ സമൂഹത്തിലെയോ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ നമ്മൾക്കായിട്ട് വരുന്ന രോഗങ്ങളോ ഒക്കെ കൊണ്ട് വളരെ കലുഷിതമായ മനസ്സിലിരിക്കുന്നവരായിരിക്കും ആണ്. കാരണം ലോകം ശോകഹതം ച സമസ്തം എന്നാ പറയാം. ലോകം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. പക്ഷെ ആ ദുഃഖത്തിൻ്റെ പുറകെ ഓടാൻ പോയാൽ ഒരിടത്തും നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. എന്നാണ് ദുഃഖങ്ങൾ ഒഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരിക്കുക? അപ്പോൾ ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ശരിക്കും ഉപനിഷത്തൊക്കെ പറയുന്നത് നമ്മളെ ആത്മസംസ്ഥം മനഃകൃത്വ. അല്ലേ? മനസ്സിനെ ഉള്ളിൽ ഒരിടത്ത് ഏകാഗ്രമാക്കി വെച്ചിട്ട് എന്നാൽ കിഞ്ചിതപി ചിന്തയതൊന്നും ചിന്തിക്കാതിരുന്നാൽ മതി. ഞാനിപ്പോൾ ഒന്നും ആലോചിക്കാറില്ല, പറയാറില്ലേ? കുറച്ചൊക്കെ ആധ്യാത്മികതയിലേക്കൊക്കെ എത്തിയവർ പറയാറില്ല, ഞാനിപ്പോൾ ഒന്നും ആലോചിക്കാറില്ല, പണ്ടത്തെ പോലെ ദുഃഖവും ഇല്ല. ആലോചിച്ചാൽ ദുഃഖമില്ല. ഒന്നായിട്ട് കിടന്നുറങ്ങിക്കേ. രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ വല്ല ദുഃഖം അനുഭവിച്ചു ആ മനസ്സങ്ങ് അടങ്ങി. എന്താ നമ്മളെ ഈ മനസ്സ് കൊണ്ടിട്ട് വിഷമിപ്പിക്കണമെന്നറിയോ? പക്ഷെ അതിനൊരു പാഠം പഠിപ്പിക്കാനായിട്ട് ആധ്യാത്മികയുടെ വെളിച്ചം, പരമസത്യത്തിൻ്റെ വെളിച്ചം അങ്ങ്
കൊടുത്ത് വരുമ്പോൾ പതുക്കെ അത് അടങ്ങിക്കോളും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ജയാജിയോട് സംസാരിച്ചപ്പോൾ, ജയജി ഉണ്ടോ ഗ്രൂപ്പിൽ? കയറിയിട്ടുണ്ടോ എന്നാവോ? ക്ലാസ്സിൽ കയറിയിട്ടുണ്ടോ? അത് എന്താ പറയുക, ഒരു ഇത്തിരി സമയം ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ ആത്മീയമായി വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. മനസ്സിനെ ആത്മശാന്തിയിലേക്ക് എത്തിക്കാനൊക്കെ അത്തരം തരത്തിലൊക്കെ മനസ്സ് പരിപക്വപ്പെട്ട് വരുന്ന ഒരു സാത്വികമായ ഒരു ഒരു ജയ, അതെ 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 അതെ. ക്ലാസ് കയറിയിട്ടില്ലേ? ഇന്ന് കയറിയിട്ടില്ല ക്ലാസ്സിലല്ലേ? കുറേ സംസാരിച്ചു കഴിഞ്ഞ ദിവസം എന്നോട്. അപ്പം നമ്മൾ ഓർക്കുകയാണ് ആത്മീയ തലത്തിൽ എത്ര ഉയർന്നവരുണ്ടെന്നറിയോ നമ്മുടെ കൂടെയിൽ. അപ്പോൾ അല്ലാത്തവർക്കൊന്നും ഇങ്ങനെ ഇത് കേട്ടിരിക്കാനോ, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പോലും ഇങ്ങനെ കേട്ടിരിക്കാനോ ഒന്നും പറ്റില്ല. കേട്ടിരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മൾ ശരിയായ വഴിയിലാണ്. അതാണ്. അപ്പോൾ ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കണേ. ആരുടെയാണോ അത്? അതായത് യോഗവാസിഷ്ഠത്തിൽ പറയുന്നുണ്ട്, മനോഹി ജഗതാം കർത്തുഹു മനോഹി പുരുഷപരഹ മനകൃതം കൃതം ലോകം ന ശരീരകൃതം കൃതം എന്ന് പറയുന്നുണ്ട്. അതായത് യോഗവാസിഷ്ഠം പോലുള്ള ഗ്രന്ഥങ്ങളിലെ ഒരു സൂക്തിയൊക്കെ നമുക്ക് ഗുരുവൊക്കെ എന്താ പറയുക, കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് യോഗവാസിഷ്ഠമൊക്കെ. അതിനകത്ത് പറയുന്നുണ്ട്, മനോഹി ജഗതാം കർത്തുഹു. ആരുടെയാണോ ഓഡിയോ അൺമ്യൂട്ട് ആയിരിക്കുന്നുണ്ടല്ലോ? ആരുടെയത്? സുജ പ്ലീസ്. സുജ ഒന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയുമോ? അറിഞ്ഞിട്ടില്ല എന്നൊന്നും, അറിയാതെ ഓണായതാണോ അറിയില്ല. അപ്പം ഏതായാലും യോഗവാസിഷ്ഠം പറയുന്നു, മനോഹി ജഗതാം കർത്തുഹു. യോഗവാസിഷ്ഠം എന്ന് വെറുതെ എഴുതുക. ഒരു വാക്കൊക്കെ അതിൽ കിട്ടിയാൽ എന്ത് വെളിവാണ് നമുക്കല്ലേ? ഉപനിഷത്തിനോട് ചേർത്ത് വെച്ച് പഠിക്കാം. മനസ്സാണ് ജഗത്തിൻ്റെ സൃഷ്ടികർത്താവ്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്ന മനസ്സാണ്. മനോമയം ഇതം സർവം എന്ന ഗുരു പറഞ്ഞത്. അപ്പോൾ മനസ്സാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർത്താവ് എന്ന് യോഗവാസിഷ്ഠം പറയുന്നു. അല്ല, വസിഷ്ഠൻ രാമന് കൊടുത്ത ഉപദേശമാണല്ലോ യോഗവാസിഷ്ഠം. അപ്പോൾ പറയാണ്, മനോഹി പുരുഷപരഹ. പരമസത്യത്തിൽ എത്തിക്കുന്നതും മനസ്സ് തന്നെ. ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നതും മനസ്സ് തന്നെ. ഈ ജഗത്തിനെ സത്യം മനസ്സിലാക്കിച്ച് പരമസത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും മനസ്സ് തന്നെ. എന്നിട്ട് പറയാണ്, മനകൃതം കൃതം കർമ്മം, മനകൃതം കൃതം ലോകം. മനസ്സ് ചെയ്തത് മാത്രമാണ് ചെയ്തത്, ശരീരം ചെയ്തതേ അല്ലെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സിനെ ചുമ്മാ ഇരി. ഈ പിന്നെ എവിടെയാ രമണ മഹർഷിയുടെ അടുത്ത് എന്നാൽ രമണ മഹർഷി പറയും ചുമ്മാ ഇരി എന്ന് പറയും. ചുമ്മാ ഇരി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കാനല്ല അർത്ഥം. മനസ്സിനെ ചിന്താ കല്ലോലങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക. ശാന്തപ്പോൾ തെളിച്ചം വരും മുഖത്തിന്. നമ്മളങ്ങനെ ഇരുന്ന് വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മുഖത്തെ തേജസ് വർദ്ധിക്കും. അപ്പോൾ മനകൃതം കൃതം ലോകം എന്ന ശരീരകൃതം കൃതം. മനസ്സ് ചെയ്ത ഇത് മാത്രമാണ് ചെയ്തത്, ശരീരം ചെയ്തതേ അല്ല. കാരണം മനസ്സാണ് ശരിക്കും പ്രവർത്തിക്കുന്ന ആൾ. അപ്പോൾ അതെ, മനസ്സ് ബ്രഹ്മശക്തിയാണ്. അതായത് അന്ധകരണത്തിലേക്ക് പ്രതിബിംബിച്ചിരിക്കുന്ന ബോധാംശമാണ് മനസ്സ്. ബോധാംശമാണ് നാം എന്ന ജീവൻ. പക്ഷേ ഈ മനസ്സിൻ്റെ അകത്ത് നമ്മുടെ സൂക്ഷ്മ ശരീരമാണല്ലോ മനസ്സ്. ആ മനസ്സ് വന്നിരിക്കുന്നത് വാസന പ്രേരിതമായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ അതിലേക്കാണ് പ്രതിബിംബിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പ്രതിബിംബം മറഞ്ഞു പോയിരിക്കുന്നത്. അപ്പോൾ വാസനകൾ ഉള്ള മനസ്സ് മായാസഹിതമാണ്. വാസനകളില്ലാത്ത മനസ്സാണ് ബ്രഹ്മം. മനസ്സിലായോ? അപ്പോൾ ഗുരുവൊക്കെ സഞ്ചരിച്ചത് അതുകൊണ്ടാണ് പറയണത്, പിന്നെ വാസനയുടെ വേര് വരെ കത്തിച്ചു കളയൂ
എന്ന് പറഞ്ഞാൽ അതാ വാസനയുടെ വേര് അതല്ലേ, എൻ്റെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്ന, വറുത്ത് കളയുന്ന. അതായത് വാസന നശിച്ചാൽ നമ്മൾ ഈശ്വരനായി, പിന്നെ ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു അമ്പലത്തിലും പോകണ്ട, ഒരു ക്ലാസ്സും കേൾക്കണ്ട, ഒരു വിചാരവും ചെയ്യണ്ട, നമുക്ക് തെളിഞ്ഞു വരും തന്നെ. പക്ഷെ തെളിയാത്ത എന്താന്ന് വെച്ചാൽ ഈ സൂക്ഷ്മ ശരീരം മായാസഹിതമാണ്, വാസനാപ്രേരിതമാണ്, വാസനാന്വിതമാണ്. അതുകൊണ്ടാണ് ഇപ്പം നമുക്കിപ്പം തന്നെ ചോദിക്കുന്ന മനസ്സും ആത്മാവ് തന്നെയാണ്, അതിനകത്ത് പ്രതിബിംബിച്ചിട്ടുണ്ട് ഈശ്വര ചൈതന്യം. പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. ഈശ്വര ചൈതന്യത്തെ ആരെങ്കിലും അറിയുന്നുണ്ടോ? അറിയണ്ടെങ്കിൽ ഓക്കെ, സത്യമാണ്, സമ്മതിച്ചു. ഒരു ദുഃഖവും എനിക്കില്ല, നാളെ എന്നെ ആര് നോക്കുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനിവിടെ ഹാപ്പിയാണ്. എപ്പോഴും എന്നിൽ നിന്നൊരു ആനന്ദം ഇങ്ങനെ ഊറി വരുന്നുണ്ട്, എത്ര ദുഃഖത്തിലിരിക്കുമ്പോഴും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയാൽ പിന്നെ നമ്മളൊന്നും ചെയ്യണ്ടല്ലോ. പിന്നെന്താ നമുക്ക് ചെയ്യാനുള്ള? സന്തോഷമായിട്ട് ഇരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് അതായത് അഗ്നിക്ക് ചൂടെന്ന പോലെ മനസ്സിൻ്റെ സ്വഭാവം ചഞ്ചലത്വമാണ്. മനസ്സിൻ്റെ സ്വഭാവം ചഞ്ചലത്വമാണ്, ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ സ്വഭാവം. അത് ഏതുപോലെയാന്ന് പറഞ്ഞാൽ അഗ്നിക്ക് ചൂടെന്ന പോലെയാണ്. ഇപ്പോൾ ടീച്ചർ ചോദിക്കേണ്ട ഉത്തരമാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഈ മനസ്സ് ചലിക്കാതാവുന്നതാണ് അഖണ്ഡബോധസ്ഥിതി അഥവാ മോക്ഷം. ടീച്ചർ ചോദിച്ചില്ലേ, മനസ്സും ഈശ്വരനിൽ നിന്നുണ്ടായതല്ലേ എന്ന്. ആ ഈശ്വരനിൽ നിന്നുണ്ടായ മനസ്സ്, ഗുരുവിനും മനസ്സുണ്ടല്ലോ. ഗുരുവിന് മനസ്സുണ്ടായി ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ലോക വാസന അതിനകത്തുണ്ടായിരുന്നു. ഭൗതികമായി ഉണ്ണാനും ഉറക്കാനും ഭൗതികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആ വാസന ഉണ്ടായിരുന്നു അല്ലേ. അതിന് മനസ്സുണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അതിന് മാത്രമായിരുന്നു ആ മനസ്സ്, അവിടെ വാസനയില്ല. അപ്പോൾ ആ മനസ്സ് അഖണ്ഡബോധത്തിലായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പറഞ്ഞത് കേട്ടോ, മനസ്സ് ചലിക്കാതാകുമ്പോൾ അഖണ്ഡബോധ സ്ഥിതി അഥവാ മോക്ഷം വരും. അപ്പം അതുകൊണ്ടാണ് പറയണത്, ചുമ്മാ ഇരുന്ന് ചിന്തിച്ച് കൂട്ടല്ലേ. ഞാൻ വയസ്സാകുമ്പോൾ എന്നെ ആര് നോക്കും? ഞാൻ വയസ്സായി വരുന്നു, ശരീരത്തിന് ശക്തിയില്ലാതെ വരുന്നു, പണമില്ല, മക്കൾ എന്നെ നോക്കുന്നില്ല, നിരവധിയായ ചിന്തകളാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. വിട്ടുകൊടുക്കൂ അതൊക്കെ. കാരണം നമ്മളാരും അനാഥരൊന്നും ആവില്ലെന്നേ. ആരും അങ്ങനെ അനാഥരൊന്നും ആവില്ല. ഇത്രയും വരെ ആക്കിയ ദൈവത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ദൈവശക്തിക്ക് നമ്മളെ എങ്ങനെ അനാഥമാക്കാൻ സാധിക്കണേ? ഇനി അനാഥമാക്കിയിട്ടുണ്ടെങ്കിലും അവിടെ നമ്മളെ സംരക്ഷിക്കാനൊരു ശക്തി നമ്മളിലേക്ക് തന്നെ തരും, സംശയമൊന്നുമില്ല. ഇതിന് ഉറച്ച് വിശ്വാസം വന്നാൽ മതി നമുക്ക്. ഇതിന് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പലപ്പോഴും പരിതപിക്കും, കരയും, മക്കളോട് പരിതപിക്കും അല്ലേ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ? കാരണം എന്താണെന്ന് വെച്ചാൽ ബുദ്ധിയൊക്കെ തെളിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ ചെവിയിലേക്ക് എത്തിക്കുകയും നമുക്കിങ്ങനെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ വിചാരം ചെയ്യാൻ പറ്റണില്ലേ? ഇതൊന്നിനും പറ്റാത്ത എത്ര ഉന്നത വിദ്യാഭ്യാസം ഉള്ളവരെന്ന് പറയുന്നവർ പോലും എത്രയോ സങ്കടപ്പെട്ടാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്, എത്രയോ ടെൻഷനിലാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ കിട്ടാത്തൊരു ഭാഗ്യം, സൗഭാഗ്യം ഈ ആധ്യാത്മികതയിൽ വന്നതുകൊണ്ട് കിട്ടിയിട്ടില്ലേ? വലിയ നിധി തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ കിട്ടിയിരിക്കുന്നതിനെ നമ്മൾ മനസ്സിലാക്കാതെ, നമ്മുടെ ഭാഗ്യത്തെ തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും നമ്മൾ ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ തന്നിലെ പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തെ വിചാരം ചെയ്യാനും അറിയാനും ഒരു ഗുരുവിനെ ഗുരുവായി കിട്ടുക, ആ ഗുരു തന്നതിനെ പഠിക്കാനാവുക, അത് ഉള്ളിലേക്ക് എനിക്ക് മനസ്സിലാവുക, എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ വെളിച്ചം കണ്ടു തുടങ്ങുക, ഇതൊക്കെ എന്ത് വലിയ ഭാഗ്യ. എവിടെ പഠിക്കാൻ ഒരു സൗകര്യം കിട്ടുമ്പോഴും ഓടി നമ്മൾ പഠിക്കാൻ, നമ്മുടെ വെറുതെ ഒന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നിൻ്റെ അനുഗ്രഹം എന്നിൽ ഉണ്ടാകണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് ഗദ്യപ്രാർത്ഥനയിൽ അല്ലേ. ആ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ശരീരത്തിന് സുഖം, എൻ്റെ മനസ്സിന് സുഖം, എൻ്റെ കുടുംബത്തിൽ അതിനുള്ള സാഹചര്യം അല്ലേ, എനിക്കിത് കേൾക്കാനുള്ള സാഹചര്യം, പഠിപ്പിക്കാൻ പഠിക്കാൻ എനിക്ക് ബുദ്ധി, ഇതൊക്കെയാണ് ഗുരുവിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയെന്ന് അർത്ഥം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അങ്ങനെ തരുന്നതല്ലത്, അങ്ങനെ തരുന്നതല്ല അതെന്ന് മനസ്സിലാക്കണം.
ഇത് ക്ലാസ് എടുക്കുന്നു. ഒരു കുഞ്ഞു ആവ എൻ്റെ അടുത്ത് വന്നേക്കുവാണ്. അപ്പോൾ അവന് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് മനസ്സിൻ്റെ ആ ചലനാത്മകതയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അവിടെയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അടുത്ത നോക്കാം. അടുത്തത് ആ മന്ത്രം ഒന്ന് നോക്കിക്കേ. അനേജദേകം മനസ്സോ ജവീയോ നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്ത്. നൈനദ്ദേവ ആപ്നുവൻ പൂർവമർഷത്ത്. പൂർവമർഷത്ത് ഏനത് ദേവാഹ ന ആപ്നുവൻ. അതാണ് അതിൻ്റെ അന്വയം. പൂർവം അർഷത്ത് ഏനത് ദേവാഹ ന ആപ്നുവൻ. അതായത് മുൻപേ പോകുന്ന ഇതിനെ ഇന്ദ്രിയങ്ങൾ പ്രാപിക്കും.